ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോ പോലെ തന്നെയാണ്. എനിക്ക് ഏകദേശം 100 ദിവസം കൊണ്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ 102 ദിവസം കൊണ്ട് 100% റിട്ടേൺ തന്നൊരു സ്റ്റോക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് ഏകദേശം ഡബിൾ ആയിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സ്റ്റോക്ക് ഫൈൻഡ് ചെയ്ത്, അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഇത് ഹോൾഡ് ചെയ്തതിന്റെ റീസൺ എന്താണ്, അതുപോലെ Q4 റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ആ സ്റ്റോക്കിൽ എന്താണ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ സ്റ്റോക്കിന്റെ ചാർട്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഏതൊരു സമയത്താണ് ബൈ ചെയ്തത്, അതുപോലെ തന്നെ Q4 റിസൾട്ട് വന്നപ്പോൾ സ്റ്റോക്കിന്റെ മൂവ്മെന്റ്, പ്രൈസ് മൂവ്മെന്റ് കാര്യങ്ങൾ, ആ ഒരു പ്രൈസ് മൂവ്മെന്റ് സമയത്തൊക്കെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ള റീസൺസ് എല്ലാം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇനി വീഡിയോയിലേക്ക് കയറുന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്റ്റോക്ക് ഫൈൻഡ് ചെയ്യുന്നത് ഈ 2026 ജനുവരിയിലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 2025 കഴിഞ്ഞ വർഷത്തെ IPO സ്റ്റോക്കുകൾ, പുതിയതായിട്ട് IPO വന്ന സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം, അല്ല അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സ്റ്റോക്ക് കാണുന്നത്. ആ ഒരു സമയത്ത് കമ്പനിയുടെ Q1, Q2, Q3 ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത് 2025 ഓഗസ്റ്റിലാണ് എൻ്റെ ഓർമ്മ. ഓഗസ്റ്റിൽ അത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സമയത്ത് തന്നെ അത് Q1 റിസൾട്ടിന് തൊട്ട് മുമ്പായിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് Q1 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ സ്റ്റോക്ക് നോക്കുന്ന സമയത്ത് Q1 Q2 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് Q1 റിസൾട്ട് നോക്കിയാൽ ഏകദേശം ഒരു 20% താഴെ, അതായത് 16-17% ഒക്കെ ആയിരുന്നു അവർക്ക് റവന്യൂ ഗ്രോത്ത് ഉള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലെവറേജ് ആ ഒരു സമയത്ത് കമ്പനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ Q2 റിസൾട്ട് നോക്കിയാൽ Q2 കമ്പനിയിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 37-38% ഗ്രോത്ത് കമ്പനിയിൽ കാണിക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ നല്ല രീതിയിൽ 200% മുകളിലായിട്ട് അവരുടെ പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കമ്പനിയെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ബിസിനസ് അനാലിസിസ് ആയിട്ട് കഴിഞ്ഞ മാർച്ച് 28-29 ആ ഒരു സമയത്ത് ബിസിനസ് അനാലിസിസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് Q3 റിസൾട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം Q4 റിസൾട്ട് വന്നപ്പോൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. Q4 റിസൾട്ട്, അതുപോലെ തന്നെ ബിസിനസ് അനാലിസിസ്, പോലെ തന്നെ കമ്പനി എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനിയെ പറ്റി അറിയത്തില്ലാത്ത ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ധാരണ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഒറ്റ വരിയിൽ ഇവരുടെ ബിസിനസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവർ CCTVs മാനുഫാക്ചർ ചെയ്യുക, അതുപോലെ തന്നെ സെല്ല് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ മാർജിൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് ബേസിക് ആയിട്ട് ഈ ഒരു ബിസിനസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ ഒരു സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ സെക്ടറിൽ നല്ല രീതിയിൽ അവരുടെ റോ മെറ്റീരിയൽ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നുണ്ട്. പക്ഷേ സെയിം ടൈമിൽ ഈ ഒരു കമ്പനി നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവുന്നതിനെ പറ്റിയിട്ടാണ് മാനേജ്മെന്റ് പറയുന്നത്. അല്ല അടുത്ത വർഷത്തേനുള്ള മാർജിന്റെ ഒക്കെ ഗൈഡൻസ് അതിന് വീണ്ടും ഒരു കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് വന്നാൽ Q2 റിസൾട്ടിൽ 37% റവന്യൂ ഗ്രോത്ത് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൊടുത്തിട്ട് അവർക്ക് പ്രോഫിറ്റും ഗ്രോ ചെയ്തിട്ടുണ്ട്. ആ സെയിം ടൈമിൽ ഇവരുടെ PPT നോക്കുന്ന സമയത്ത് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ FY26 അവരുടെ ടാർഗറ്റ് ഒക്കെ അവർ Q1 റിസൾട്ടിന് സമയത്തും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ IPO വന്ന സമയത്ത് അവരുടെ DRHP കാര്യങ്ങളിലൊക്കെ അവർ FY26 കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് Q2 അല്ലെങ്കിൽ Q1 നമ്മൾ PPT നോക്കി കഴിഞ്ഞാൽ റവന്യൂ ഗ്രോത്ത് ആയിട്ട് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 3900 തൊട്ട് 4100 കോടിയുടെ ടോപ്പ് ലൈൻ വരുമെന്ന്. അതുപോലെ തന്നെ മാർജിൻസ്, പ്രോഫിറ്റ് മാർജിൻ, എബിറ്റ മാർജിൻ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 6-6.5% അവർ മാർജിനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അവരുടെ റവന്യൂ ഗ്രോത്ത് ആയിട്ട് അവർ ഏകദേശം പറഞ്ഞത് ഒരു 25-30% റവന്യൂ ഗ്രോത്തും 70% മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്ത് വരുന്ന ആ ഒരു സമയത്ത് ക്ലിയർ ആയിട്ട് ഗൈഡ് ചെയ്തിരുന്നത്. അത് നോക്കുന്ന സമയത്ത് നല്ലൊരു ഗൈഡൻസ് ആയിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സ്റ്റോക്ക് നോക്കുന്നത് ഈ ജനുവരി ആ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് എൻട്രി എടുക്കുന്ന അത്ര, കാരണം വെച്ചാൽ Q3 കഴിഞ്ഞു, ഇനി Q3 റിസൾട്ട് കൃത്യമായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ Q3 റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞ അതേ സ്റ്റോക്കിലെ പോലെ തന്നെ, കാരണം റിസൾട്ടിനോട് അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ചാടിക്കറി എൻട്രി എടുക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. കാരണം റിസൾട്ട് വന്നാലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടും ആ സ്റ്റോക്കിന്റെ പെർഫോമൻസ് എന്താണെന്ന് കാര്യം, മാനേജ്മെന്റിന്റെ കമന്ററി എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. സോ അതിനുവേണ്ടി Q2 റിസൾട്ടിന് വേണ്ടി, Q3 റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. Q3 റിസൾട്ട് വരുന്ന ഫെബ്രുവരി 12-13 ആ ഒരു സമയത്താണ് Q3 റിസൾട്ട് വരുന്നത്. ആ റിസൾട്ടിൽ നോക്കുമ്പോഴത്തേന് കമ്പനി പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് അവരെ ഇംപ്രൂവ് ആവുന്നതായിട്ടാണ്. 40% മുകളിലേക്ക് അവരുടെ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു 45% ആണെന്ന് തോന്നുന്നു. അങ്ങനെ 45% അവരുടെ റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അവരുടെ PPT നോക്കുമ്പോഴത്തേന് മാനേജ്മെന്റ് എക്സ്പാൻഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിന് മുമ്പത്തെ PPT കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല രീതിയിൽ അവർ ക്യാപെക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അവരുടെ ഇപ്പോൾ ഉള്ള മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അത് നമ്മൾ Q1 കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ Q2 Q3 വരുന്ന സമയത്ത് 15 മില്യൺ 16 മില്യൺ ഉണ്ടായിരുന്ന കപ്പാസിറ്റി 18-19 മില്യൺ ആയതിനെ പറ്റിയിട്ട്, അത് പിന്നെ വീണ്ടും അടുത്ത ക്വാർട്ടർ Q4 ആകുമ്പോൾ 21 മില്യൺ ആവും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും, പിന്നെ പുതിയതായിട്ട് ഒരു ലെൻസിന്റെ അസംബ്ലി ലൈൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിനെ പറ്റിയിട്ട്, അങ്ങനെ അതുകൂടാതെ 2 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി വരുന്നതിനെ പറ്റിയിട്ട്, അങ്ങനെ നല്ല രീതിയിൽ കമ്പനി ഇവരുടെ ക്യാപെക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, കപ്പാസിറ്റി കൂടുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ FY26 ഗൈഡൻസ് 3900-4000 കോടി റവന്യൂ എന്ന് പറഞ്ഞ് അവർ അതുപോലെ തന്നെ ടോപ്പ് ലൈൻ നിർത്തിയതിനു ശേഷം എബിറ്റ മാർജിനും പാറ്റ് മാർജിനും അവിടെ നിന്ന് ഒരു കൂട്ടുകയാണ് ചെയ്തത്. 7-7.5% വരെ പാറ്റ് മാർജിൻ വരുമെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് ആ ഒരു സമയത്ത് പറഞ്ഞത്. അതായത് ഇവരുടെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം ടൈമിൽ മാനേജ്മെന്റ് കമന്ററിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവരുടെ റോ മെറ്റീരിയൽ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നുള്ള കാര്യം. അപ്പോൾ ഈ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ പോലും കമ്പനിയുടെ മാർജിൻസ് കാര്യങ്ങൾ അവർ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഗൈഡൻസ് അവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സാധാരണ റോ മെറ്റീരിയൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ മാർജിൻസ് നോർമലി അഫക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവർക്ക് വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയർ നോക്കിയാൽ നല്ല രീതിയിൽ ഒരു മാർക്കറ്റ് ഷെയർ കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രൊഡക്റ്റ് മിക്സിലൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് വരുന്നുണ്ട്. അതായത് IP ക്യാമറാസിന്റെ കൂടുതലായിട്ട് ഇവരുടെ റവന്യൂലേക്ക് IP ക്യാമറാസ് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സോ അത് വരുന്ന സമയത്ത് ഇവരുടെ റവന്യൂലേക്കുള്ള അത് വരുന്ന സമയത്ത് ഇവരുടെ മാർജിന്റെ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജോയിന്റ് വെഞ്ചറുകൾ അവർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓറിയൻ കേബിളുമായിട്ടും അതുപോലെ തന്നെ കോൾകോമും ഒക്കെ ആയിട്ട് തന്നെ ഇവർ ജോയിന്റ് വെഞ്ചർ കാര്യങ്ങളൊക്കെ തുടങ്ങി. സോ ആ രീതിയിൽ നോക്കിയാൽ നല്ല രീതിയിൽ കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, മാർജിൻസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആവുന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഓൾറെഡി തന്നിരുന്ന ഗൈഡൻസ് കാര്യങ്ങളൊക്കെ അവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്.
ആ ഒരു സമയത്ത് അവർ വാല്യൂഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് പി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 45-50 അറൗണ്ട് ആയിട്ടാണ് അവർ ഫോർവേഡ് പി വന്നിരുന്നത് FY26. അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു 30% ഗ്രോ ചെയ്യാനുള്ള കമ്പനി ഏകദേശം ഒരു 50 പിയിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നോക്കുമ്പോഴത്തേനും പെഗ് റേഷ്യോ നോക്കുമ്പോൾ ഒരു 1.5 അടുത്തായിട്ടാണ് പെഗ് റേഷ്യോ വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴും ഹൈ പേസിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ പെഗ് റേഷ്യോ 1.52 വരെ ഒന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. കാരണം നല്ല പേസിൽ ഗ്രോ ചെയ്യുന്ന കമ്പനി ആയിരിക്കണം. ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മാർക്കറ്റ് ഷെയർ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുവാണ്. അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ നിന്ന് Q2 നിന്ന് ഏകദേശം അവിടെ 35% ഉണ്ടായിരുന്ന മാർക്കറ്റ് ഷെയർ 40% അവരുടെ Q3 ആയപ്പോഴത്തേന് അവിടുന്ന് വീണ്ടും ഒരു 50%ലേക്ക് അടുത്ത ഒരു 2-3 ക്വാർട്ടറിലേക്ക് എത്തിക്കുമെന്നാണ് ആ ഒരു സമയത്ത് മാനേജ്മെന്റ് പറഞ്ഞത്. സോ അതൊക്കെ കൊണ്ട് തന്നെ അത്യാവശ്യം വാല്യൂഷൻസിനും കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ സ്റ്റോക്കിൽ ഏകദേശം ഫെബ്രുവരി 19 ഞാൻ ആദ്യമായിട്ട് എൻട്രി എടുക്കുന്നത് ഈ ഒരു സ്റ്റോക്കിൽ. അതിനുശേഷം ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്യുന്നത് മാർച്ച് 28, മാർച്ച് 29 ആ ഒരു സമയത്താണ്. ആ ഒരു സമയത്ത് Q3 റിസൾട്ടിന് സമയം. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഓൾറെഡി ഇപ്പം ഞാൻ കുറേ സ്റ്റോക്കുകൾ കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയാണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കമ്പനികളിലേക്ക് വീഡിയോസ് ചെയ്തതിന് ശേഷം പുതിയ കമ്പനികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്താണ് ഏകദേശം മാർച്ച് 29 28-29 ആ ഒരു സമയമായി ഈ ഒരു കമ്പനിയുടെ നമ്മൾ ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. ആ ഒരു സമയത്തിലും സ്റ്റോക്കിൽ അധികം മൂവ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അറൗണ്ട് 10% പ്രൈസ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഏകദേശം ഞാൻ ബൈ ചെയ്ത ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. വാല്യൂഷൻസ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ, കാരണം Q4 റിസൾട്ട് കാര്യങ്ങളൊന്നും വന്നില്ല. അതിനുശേഷം ഈ ഒരു മാസം, കഴിഞ്ഞ മാസം, അതായത് മെയ് മാസത്തിലാണ് അവരുടെ Q4 റിസൾട്ട് വരുന്നത്. Q4 റിസൾട്ട് വരുന്ന സമയത്ത് കമ്പനി അതിലും നല്ല റിസൾട്ട് നമ്പേഴ്സ് ആണ് പോസ്റ്റ് ചെയ്തിരുന്നത്. റവന്യൂ ആണെങ്കിൽ നല്ല ഗ്രോത്ത് വരാൻ തുടങ്ങി. അവർ ഗൈഡ് ചെയ്തതിനൊക്കെ മുകളിലൊക്കെ നല്ല രീതിയിൽ കമ്പനി പെർഫോം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്പനിക്ക് വീണ്ടും ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇവരിപ്പോൾ 21 മില്യൺ ആയിട്ട് അവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നത്. അത് അവർ 25 മില്യൺ ആക്കി. ആ ഒരു ഒറ്റ Q1Q നോക്കി കഴിഞ്ഞാൽ Q3 സമയത്ത് അവർ 18 മില്യണിൽ നിന്ന് 21 ആക്കുമെന്ന് പറഞ്ഞത് 18 നിന്ന് അവർ 25 മില്യൺ കപ്പാസിറ്റിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബാക്കി അവരുടെ ക്യാപെക്സ് പ്ലാനുകളെല്ലാം പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ അവരുടെ റവന്യൂ ഗൈഡൻസ് അവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. Q3 സമയത്ത് അവർ FY27 റവന്യൂ ഗൈഡൻസ് പറഞ്ഞിരുന്നു. അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത ഫൈനാൻഷ്യൽ ഇയറിന്റെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ Q2 സമയത്ത് അവർ പറഞ്ഞിരുന്നു. ആ സമയത്ത് പറഞ്ഞത് എനിക്കൊന്ന് 5350, 5250 to 5500 ആ ഒരു രീതിയിലേക്കാണ് അവർ റവന്യൂന്റെ ഗ്രോത്ത് പറഞ്ഞിരുന്നത്. അത്ര റവന്യൂ എത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അത് നോക്കിയാൽ ഒരു 35% അടുത്താണ് അവരുടെ ഗ്രോത്ത് പറഞ്ഞിരുന്നത്. അവിടുന്ന് ഈ ഒരു Q4 റിസൾട്ട് വരുന്ന സമയത്ത് മാനേജ്മെന്റ് പുതിയ ഫൈനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് 6000 തൊട്ട് 6250 തൊട്ട് 6500 കോടിയുടെ ടോപ്പ് ലൈൻ ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞത്. 6000 തൊട്ട് 6500 കോടി. അത് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 40-50% കൂടി 45-50% ഗ്രോത്ത് ആണ് മാനേജ്മെന്റ് അവിടെ ഗൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർ എബിറ്റ മാർജിന്റെ കാര്യമാണെങ്കിൽ ഏകദേശം 14-15% ആണ് അവർ എബിറ്റ മാർജിനായിട്ട് ഗൈഡ് ചെയ്യുന്നത്. അതിലെല്ലാം ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാറ്റ് മാർജിൻ നോക്കിയാൽ 8% തൊട്ട് 9% പാറ്റ് മാർജിനാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ പറഞ്ഞിരുന്നതിനൊക്കെ ഒരുപാട് മുകളിലേക്ക് ഇവരുടെ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ മനസ്സിലായി സ്റ്റോക്ക് ഓൾറെഡി എങ്ങനെയാണോ അവർ എക്സ്പെക്ട് ചെയ്ത് അതിനൊക്കെ മുകളിൽ പെർഫോം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ല സ്റ്റോക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്ത് ഈ Q4 റിസൾട്ട് വന്ന സമയത്തും സ്റ്റോക്കിൽ എക്സ്ട്രാ ഫണ്ട് ഉണ്ടായിരുന്നു, ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കമ്പനിയുടെ ചാർട്ട് ഷെയർ ചെയ്യാം. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് എൻട്രി എടുത്തത്, അതുപോലെ തന്നെ Q4 റിസൾട്ടിന് സമയത്ത് ഞാൻ എൻട്രി എടുത്ത് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാർട്ട് ഷെയർ ചെയ്തിട്ട് സംസാരിക്കാം. നമുക്ക് ചാർട്ടിലോട്ട് നോക്കാം. ഇതാണ് CP+ന്റെ ചാർട്ട്. ആദ്യത്തെ ഇൻഫോടെക്കിന്റെ അവർ ഈ ഒരു സമയത്താണ്, ഓഗസ്റ്റിലാണ് അവർ IPO വന്നിരുന്നത്. അതിനുശേഷം പ്രൈസ് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ഏകദേശം എൻട്രി എടുത്തിരുന്നത് ഈ ഒരു സമയത്താണ്. സോ ചാർട്ടിലെ പ്രൈസ് മൂവ്മെന്റ് നോക്കിയിട്ടല്ല ഞാൻ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. ഞാൻ എൻട്രി എടുക്കുന്ന ഡേറ്റും കാര്യങ്ങളും പ്രൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 19 തീയതിയാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി എടുക്കുന്നത്, ഫെബ്രുവരി 19. ഇത് ഞാൻ ബൈ ചെയ്ത ബൈ പ്രൈസ് ആണ് ഈ ഒരു ഗ്രീൻ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. 1578 ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. ഞാൻ ബൈ ചെയ്തതിന് ശേഷം നോക്കിയാൽ സ്റ്റോക്ക് ഒരു താഴേക്കൊന്ന് പോയത് ഒരു 3-4 ദിവസം താഴേക്ക് വരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 3 ദിവസമുള്ളൂ എൻ്റെ ബൈ പ്രൈസിന് താഴെയായിട്ട് സ്റ്റോക്ക് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. സോ അതങ്ങനെ റെയർ ആയിട്ടൊക്കെ അങ്ങനെ സംഭവിക്കാറുള്ളൂ. എൻട്രി എടുത്തതിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ് മുകളിലേക്ക് കിട്ടിയത്. സോ എൻട്രി എടുത്ത് താഴേക്കൊന്ന് വന്നു. അതിന് ശേഷം ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ വീണ്ടും പോയതിന് ശേഷം ഇവിടുന്ന് തിരിച്ച് ഏകദേശം സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ സ്റ്റോക്കിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ മുകളിലേക്ക് പോവുകയും ഈ ഒരു ഡേറ്റിലാണ്, അതായത് 27 മെയ്യിലാണ് അവരുടെ റിസൾട്ട് വരുന്നത്. അതിനുശേഷം ശനി ഞായറൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞാൽ ഏകദേശം 10% ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത്. ഈ ഒരു ക്യാൻഡിലാണത്. കൃത്യമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തു, ഗ്യാപ്പ് അപ്പിൽ 10% ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാൻ അന്നേരം തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു അപ്പർ സർക്യൂട്ട് അടിച്ചാണ് കമ്പനി നിന്നിരുന്നത്. അവിടുന്ന് പ്രൈസ് എന്തെങ്കിലും താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നുള്ള രീതിയിൽ ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ഓർഡർ കൊടുത്തിരുന്നു. സോ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വന്നു, അവിടെ തന്നെ എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എക്സ്ട്രാ ഈ ഒരു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫണ്ട് ഈ ഒരു സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഇവിടെ എൻട്രി എടുത്തതിന് ശേഷം ഓൾമോസ്റ്റ് ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് എനിക്ക് ഏകദേശം 100% റിട്ടേൺ കിട്ടിയത്. ജൂൺ 1 തീയതിയിലെ തിങ്കളാഴ്ചത്തെ ക്യാൻഡിലാണ്. സോ അതിന് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 100% അടുത്തേക്ക് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്തു ഞാൻ എൻട്രി എടുത്തതിന് ശേഷം. സോ ആ ഒരു സമയത്താണ് ഞാൻ വീണ്ടും എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അവരുടെ വാല്യുവേഷൻസ് കാര്യങ്ങൾ എനിക്ക് ആ സമയത്തും കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റോക്ക് പ്രൈസ് ചാർട്ടിൽ എവിടെയാണ് സ്റ്റോക്കിന്റെ പ്രൈസ് നിൽക്കുക എന്നുള്ള എൻ്റെ ഒരു വലിയ എന്നെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞാൻ സ്റ്റോക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനിടയ്ക്കൊന്നും റാൻഡം ആയിട്ടുള്ള പൊസിഷൻസിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം ആ ഒരു സമയത്ത് അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് ഫണ്ട് കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ആഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ റീസൺസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സമയത്തൊക്കെ ആഡ് ചെയ്യാറുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യും. റിസൾട്ടിന്റെ സമയത്ത് നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. പലർക്കും ഇങ്ങനെ സ്റ്റോക്കിന്റെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോകുന്ന സമയത്താണ് എല്ലാവർക്കും ആഡ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് തോന്നാറ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എനിക്കത് ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നോക്കാറില്ല. സ്റ്റോക്കിന്റെ പ്രൈസ് പ്രത്യേകിച്ച് നല്ല മൂവ്മെന്റ് ഉള്ള സ്റ്റോക്ക് തന്നെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നല്ല ഗ്രോത്ത് ഉള്ള സ്റ്റോക്കിൽ നല്ല മൂവ്മെന്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് താഴേക്ക് വന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നാൽ എനിക്ക് ഇവിടെ എടുത്ത് എനിക്ക് ഒരിക്കലും സ്റ്റോക്കിൽ എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു. ഇവിടെ നോക്കിയാൽ പോലും എനിക്ക് തോന്നുന്ന ഒരു 15% ഇവിടുന്ന് മൂവ്മെന്റ് പ്രൈസിന്റെ മൂവ്മെന്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എൻ്റെ ഒരു പ്രൈസ് ഇപ്പം 100% മുകളിലാണ്. എൻ്റെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഈ സ്റ്റോക്ക് കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഒന്നാമത്തെ കാര്യം ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം ഇവിടെയാണ് ആഡ് ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് ഇവിടെ സ്റ്റോക്കിൽ പ്രൈസ് മൂവ്മെന്റ് എത്തിയപ്പോൾ ഈ ഒരു സമയത്ത് റിസൾട്ടിന് സമയത്ത് ആഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആവറേജ് ബൈ ഒക്കെ ഒരുപാട് താഴെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് എന്തുകൊണ്ട് എൻട്രി എടുക്കുന്നു, അതിനുശേഷം സ്റ്റോക്കിന്റെ മൂവ്മെന്റിനെ ഒന്നും അഫക്ട് ചെയ്യാതെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റോക്കിനെ റിവാർഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. വരുന്ന ഒരാഴ്ചക്കുള്ളിൽ പുതിയൊരു സ്റ്റോക്കിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു സ്റ്റോക്കായിട്ട് തന്നെ നല്ലൊരു ബിസിനസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ വീഡിയോ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ബിസിനസ് അനാലിസിസ്. നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം.